ഓൺ ആൻ ആവറേജ് ഇപ്പം ഞങ്ങളിപ്പോൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയതേ ഉള്ളൂ. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് വലിയ നഷ്ടമില്ലാതെ ഒരു 1-2 ലക്ഷം രൂപ ഒരു മാസം ചുമ്മാ ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്, നന്നായി ബ്രീഡ് ചെയ്യാനായിട്ട് ഒരു പാഷനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇവിടെ ഷോപ്പിൽ ചിലപ്പോൾ അത് 100 രൂപയായിരിക്കും, ഹോൾസെയിൽ ഷോപ്പിലാകുമ്പോൾ ചിലപ്പോൾ അത് 80 രൂപയായിരിക്കും. പക്ഷേ അവർക്ക് ആ ഒരു 250 രൂപ എന്ന് വെച്ചാൽ അത് അവരുടെ എഫേർട്ടിൻ്റെയാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്നവർ ചുമ്മാ ഉണ്ടാക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഭയങ്കര മടുപ്പ്, വീട്ടിലിരുന്ന് ഒരുപാട് ജോലി മാത്രമായി എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ സമയം തികയുന്നില്ല വീട്ടിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെറസ് മുഴുവൻ ചെടിയുണ്ട്, താമര ആമ്പല് മുഴുവനുണ്ട്, പിന്നെ അത് പോരാഞ്ഞിട്ട് പെറ്റ്സ് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എന്ന് വെച്ചാൽ കോഴി താറാവ് എല്ലാം ഉണ്ട്. കുറേശ്ശേ ഉള്ളൂ, ചിലപ്പം വളരെ കുറച്ചായിരിക്കും. പിന്നെ അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ചോളം അങ്ങനത്തെ ഉള്ളതെല്ലാം കൃഷിയുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗപ്പി പല വെറൈറ്റി നമ്മുടെ താമരയുടെ കൂട്ടത്തിൽ ഇടാനായിട്ട് വാങ്ങിയതാണ്, ഹൈബ്രിഡ് ഗപ്പികൾ. അതൊക്കെ എന്ന് വെച്ചാൽ പേർ 250, 300 ആ റേഞ്ചിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. റീറ്റെയിൽ പ്രൈസ് അങ്ങനെ 250, 300 താഴെ അന്ന് വാങ്ങിയിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ എല്ലാം 200, 250. എനിക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നോക്കി 2 പേര് 1 പേര് അപ്പം താമര ഭയങ്കര ഒരുപാട് സെയിൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഓർഡേഴ്സ് സെയിൽ ചെയ്യും. 85 വെറൈറ്റി പേരും താമരയുണ്ട്. അതുപോലെ തന്നെ ആമ്പലും ഏകദേശം 85 വെറൈറ്റിയോളം കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്കപ്പോൾ. അത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ടെറസിലും അപ്പുറത്തെ സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് നന്നായി വെച്ച് അതിനെ ഫുള്ള് റാപ്പ് ചെയ്ത് എന്നും ഓർഡേഴ്സ് കാണും, അത് പാക്ക് ചെയ്ത് അയക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോഴാണ് ഈ ഗപ്പീരെ ഇത് തുടങ്ങി ഞങ്ങൾ ബ്രീഡ് ചെയ്ത് ആദ്യം അതിനെ കൊണ്ട് ഡയറക്റ്റായിട്ട് ഇട്ടു. അപ്പം ഇടുമ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരെണ്ണമൊക്കെ കാണും, പിന്നെ ചിലപ്പോൾ ഒന്നും കാണില്ല, ചിലപ്പോൾ 2 കുഞ്ഞുങ്ങളൊക്കെ കാണും. അപ്പം നമുക്കൊരു തോന്നൽ തോന്നി, എങ്കിൽ പിന്നെ ഇത് ബ്രീഡ് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ ബ്രീഡ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. അവിടെ ലൈൻ വാട്ടറാണ്, ആൻറ്റി ക്ലോർ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രീഡിംഗ് കേജ് ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന എല്ലാ യൂട്യൂബ് വീഡിയോസും കണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് അധികം ക്രേസ് ഉള്ളതുകൊണ്ട് എല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടും ഒന്നും റിസൾട്ട്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചിലപ്പം താമരയുടെ വെള്ളം ചൂടാകും, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്ന ഇത് താമരയ്ക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വന്ന് തുമ്പി മുട്ടയിടും. അപ്പം ഈ ഗപ്പി പോലെ തന്നെ ഒരു സാധനം അതിൻ്റെ അകത്ത് കാണും, തുമ്പിയുടെ ലാർവ. അത് അതിൻ്റെ വാല് കടിച്ചിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ആ പരിപാടി മൊത്തത്തിൽ നിർത്തി. ഇത് കഴിഞ്ഞ് പിന്നെയും ഓരോ പ്രാവശ്യം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പം എന്തെങ്കിലും നമുക്കൊരു സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ചെറിയ ടാങ്ക്, അങ്ങനെ കുറേ നാൾ കൂടിയിട്ട് ഒരു ടാങ്ക് വാങ്ങിയിട്ട് എങ്കിൽ ഇങ്ങനെ കുറച്ച് സ്ട്രെസ്ഡ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോരോ മീനുകളായിട്ട് ആഡ് ചെയ്ത് ആ ഒരു ടാങ്ക് അത്യാവശ്യം നല്ല നിറഞ്ഞു. പിന്നെ ഒരു ടാങ്കായി. അപ്പം ആ മോന് ഭയങ്കര കാർപ്പിൻ്റെ ഭ്രമം വന്ന് വെച്ചാൽ അവന് ടേംഡ് കാർപ്പിനോട് ഭയങ്കര ഇഷ്ടം വന്നിട്ട് ടേംഡ് കാർപ്പ് വാങ്ങിയതിൻ്റെ മുന്നേ അത് ചാടിച്ചത്തു. എന്ന് വെച്ചാൽ നമുക്കറിയില്ലായിരുന്നത് വെള്ളത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും ചാട്ടമുള്ള മീനാണെന്ന് നമുക്കറിയത്തൂല, അവർ പറഞ്ഞില്ല. പിന്നെ അവൻ്റെ സങ്കടം മാറാനായിട്ട് വീണ്ടും പോയി വാങ്ങി, പിന്നെ നമ്മൾ കവറിട്ടു. അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ നടത്തി. അതിനുശേഷം വീണ്ടും ഗപ്പി ബ്രീഡ് ചെയ്ത് തുടങ്ങി. ഗപ്പി സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര പരിചരണമൊന്നുമില്ല, ചുമ്മാ വീട്ടിൻ്റെ മണ്ടയിൽ സെറാമിക് പോട്ടുകളുടെ ഓട്ട അടച്ചതിൻ്റെ അകത്ത്, താമര വയ്ക്കുന്ന അതേ ഓട്ട അടച്ചതിൻ്റെ അകത്ത് ഗപ്പികൾ ബ്രീഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചട്ടികളിലും കുടങ്ങളും പോലത്തെ സാധനങ്ങളിലെല്ലാം ഗപ്പി നിറച്ച് പല വെറൈറ്റി. അങ്ങനെയായി. അതിന് ശേഷം ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ഒരു സെക്ഷനിൽ തന്നെ ഗപ്പി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ആക്സിഡൻ്റലായിട്ട് എനിക്ക് തന്നെ നല്ല മീൻസ് എനിക്ക് അവിടെ ഒരു അക്വേറിയത്തിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥിരം സെറ്റ് ചെയ്യാനൊക്കെ വരുന്ന പയ്യനുണ്ട്. അവൻ തന്നെ പറഞ്ഞിട്ട് അവൻ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നു. അതും ശരിക്കും പറഞ്ഞാൽ പാതി വഴിയായതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് എനിക്ക് അനൂപേട്ടൻ വന്ന് ഇങ്ങനെ കുറച്ച് ഗൈഡൻസ് തരുന്നത്. പക്ഷെ പുള്ളിയും പിന്നെ തിരക്കിലായിപ്പോയി. പക്ഷെ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ല, ഇതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ റേറ്റ് ഇറങ്ങുന്നത്, കുറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് കുറയുന്നത്, അങ്ങനെ കുറേ ഗൈഡൻസ് ഉണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതറിയാത്ത പലരും ഉണ്ട്. നമ്മുടെ
കൂട്ടത്തിൽ പലർക്കും ഇത് അറിഞ്ഞുകൂടാ. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ബ്രീഡിങ്ങിനോട് താല്പര്യമുണ്ട്, ഒരു രസത്തിന്, കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ. അപ്പൊ പുള്ളി വന്ന് ഫുള്ള് റീസെറ്റ് ചെയ്തു. അപ്പൊ പുള്ളിയുടെ ഫാം റീസെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡാണ് പറഞ്ഞത്, എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൂടെ, ഇവിടെയാണ് നമുക്ക് സെയിൽസിനും എളുപ്പം, കുറച്ചുകൂടെ സിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ മേളിൽ സെറ്റ് ചെയ്തു. അക്വേറിയം ഷോപ്പുകൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വഴി ഭയങ്കര ചെറുതാണ്. അപ്പം നമ്മളെപ്പോഴും സ്കൂട്ടിയിൽ സാധനങ്ങൾ കയറ്റി വെച്ച് താഴെ കൊണ്ടു കൊടുക്കണം. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോൾ ഇവിടെ ഹസ്ബൻഡിന്റെ പ്ലോട്ട് ഒഴിഞ്ഞു കിടക്കുന്നത്, ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒരു ബ്രീഡിംഗ് ഫാം സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് ബ്രീഡിംഗ് ഫാം സെറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും, പല ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രീഡിങ്ങിലുള്ളതാണെങ്കിലും അതിൻ്റെ അകത്ത് ഗ്രോത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഈ യൂട്യൂബ് വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അത് മിക്കവാറും ചെയ്യുന്ന പലരും ഈ തായ്ലൻഡ് അല്ലെങ്കിൽ വിയറ്റ്നാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനൊക്കെ ഭയങ്കരമായ സാധ്യതകൾ കാണുന്നുണ്ട് മനുഷ്യന്മാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ ഒരു വീട്ടിൽ ഒരാൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ അവർ സമ്മതിക്കും. അല്ലെങ്കിൽ അതിനെ ആ ഒരു ഫാമിലി തന്നെ അതൊരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യും. പക്ഷെ നമ്മുടെ ഇവിടെ നാട്ടിൽ മാത്രം അങ്ങനെയൊന്നും കാണാൻ പറ്റൂല. ഇതൊന്നുമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഏറ്റവും വലിയ ഹാച്ചറി ഉള്ളത്, ഏറ്റവും നല്ല വെള്ളമുള്ളത്. നമ്മുടെ നെയ്യാർ ഹാച്ചറിയാണ് ഏറ്റവും നല്ലൊരു ഹാച്ചറി. അപ്പോൾ അത്രയും നല്ലൊരു സംവിധാനം ഉണ്ടായിട്ടും നമ്മുടെ ഇവിടെ ഉള്ള പ്രൊഫഷണൽസിന് പോലും അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനോട് താല്പര്യമുള്ളവർക്ക് പോലും. അപ്പോൾ കാരണം വെച്ചാൽ അതിൻ്റെ പകുതി കൂടുതലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ, സ്കീമുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എന്തൊക്കെ സപ്പോർട്ട് കിട്ടും എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു നല്ല ഗൈഡൻസ് ഇല്ല. ഈവൻ എനിക്ക് തന്നെ ഗ്ലാസ് ഇപ്പോൾ ടാങ്ക് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ചാടുന്നത് നല്ല റൈറ്റ് ഹാൻഡ്സിലല്ലെങ്കിൽ നമ്മൾ ഈ ചിലപ്പം 1,00,000 രൂപയ്ക്ക് നമുക്ക് 20 ടാങ്ക് ഒട്ടിച്ച് തീർക്കാനേ പൈസ തികയുള്ളൂ. അതുപോലെ ഭയങ്കരമായ നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ചോയ്സസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് പേടി. കാരണം നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾ കറക്റ്റ് അല്ലെങ്കിലോ, നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാർ കറക്റ്റ് അല്ലെങ്കിലോ എന്നുള്ളതാണ് ആദ്യത്തെ പേടി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ബിസിനസ്സാണ്, അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഇട്ടേ ചെയ്യുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഹോൾസെയിൽ ബിസിനസ്സുകൾ എല്ലായിടത്തും ഉണ്ട്, ഹോൾസെയിൽ ഷോപ്പുകളെ നമ്മൾ നന്നായി പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്. ബ്രീഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കുകൾ ഒഴിഞ്ഞു കിടക്കുക എന്നുള്ളതാണ്. അതിന് സ്പേസ് വേണം. അതിന് എപ്പോഴും ഹോൾസെയിലേഴ്സാണ് നല്ലത്. മാത്രമല്ല എപ്പോഴും കണ്ടിന്യൂസ് ഇൻകം വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. എനിക്ക് പഠിക്കാൻ പറ്റി. ഞാൻ പുതുതാണിതിൽ. എനിക്കാണെങ്കിൽ ഒരു ന്യൂറോയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ന്യൂറോയുടെ ഇഷ്യൂ വന്നപ്പം മുതൽ ശരിക്കും പറഞ്ഞാൽ അപ്പോഴും കോഴിയും താറാവും ഒക്കെ ഉണ്ട്. എൻ്റെ പാഷൻ്റെ പേരിൽ ഞാൻ ഇതെല്ലാം വളർത്തുന്നുണ്ട്. അത് കാരണം പറ്റുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് അതെല്ലാം എൻ്റെ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇതും അങ്ങനെ ആയപ്പോൾ അതിനെ ഒരു പ്രൊഫഷണൽ സൈഡിൽ കൊണ്ടുപോയി ഒരു പ്രൊഫഷണൽ വേയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തൊന്ന് ട്രൈ ചെയ്യാനുള്ളൊരു മനോഭാവം നമ്മൾ പിള്ളേർക്ക് കൊടുക്കണം. അത് പിള്ളേരിൽ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ അത് ട്രൈ ചെയ്ത് അതിനാണെങ്കിലും ഒരുവിധം നിങ്ങൾക്ക് സക്സസ് ഒരു പാഷൻ ഉണ്ടെങ്കിൽ, അതിനെ നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സക്സസ് ഉറപ്പാണ്. പക്ഷേ മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ആ ഒരു സംഭവത്തിൽ ഇത്തിരി പേഷ്യൻസ് കാണിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അതൊരു വലിയ കാര്യമാണ്. കാരണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആ ഒരു പാഷനുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇന്ന് വൈകിട്ട് അതിൻ്റെ അകത്ത് ഭയങ്കര ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നാളെ ചിലപ്പോൾ എനിക്ക് 2 മണിക്കൂർ ഫ്രീ ഉണ്ട്, അതിലൊരു അരമണിക്കൂർ എനിക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെ കൺസിസ്റ്റൻസി എന്ന് ഞാൻ പറയും. കാരണം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇത്രയും മണിക്കൂർ അങ്ങനെയല്ല. പിന്നെ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. പെറ്റ്സ് എന്ന് പറഞ്ഞാലേ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാൻ എൻ്റെ അടുത്തുനിന്ന് മീൻ വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പെറ്റ്സിനോട് ഭയങ്കര ക്രേസ് കാണിക്കുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ പറയാറുണ്ട്, നമുക്കതിനുള്ള സ്പേസും ടൈമും ബാൻഡ്വിഡ്ത്തും ഉണ്ടോ എന്ന് നോക്കുക. കാരണം പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പോലെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അത് പറ്റുമെങ്കിൽ മാത്രമേ എടുക്കേണ്ടൂ. എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിലും വലിയ വലിയ ടാങ്കുകളും അല്ലെങ്കിൽ വലിയ വലിയ മീനുകളെയും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റൂല. പക്ഷേ ചിലർക്ക് പറ്റും. നമുക്ക് ചിലപ്പോൾ ഒന്നുമേ പറ്റില്ല. പക്ഷെ അത് വേണ്ട. ആ കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഹൗസിൽ മാത്രം എടുത്താൽ മതി. എനിക്ക് ഈ ന്യൂറോയുടെ പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഞാൻ 1 ഇയർ മെഡിക്കൽ ബ്രേക്ക് എടുത്തു. എന്നുവെച്ചാൽ ഞാൻ ശ്രീചിത്രയിലായിരുന്നു ട്രീറ്റ്മെന്റ്, കണ്ടിന്യൂയിങ് ട്രീറ്റ്മെന്റിലാണ്. അപ്പം എപ്പോഴും എനിക്ക് അതിൻ്റെ പെയിൻ ഫ്ലെയർസ് വരാറുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാറുണ്ട്. പക്ഷേങ്കിലും
എനിക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്ക് ഇത്ര പാഷനേറ്റ് ആയതുകൊണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് കാല് ഭയങ്കര തീരെ വയ്യെങ്കിലും ഞാൻ ഇവിടെ വരും. അല്ലെങ്കിൽ മേളിലാണെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ എന്തായാലും കാണും. ചിലപ്പോൾ എനിക്ക് തീരെ ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞ സമയത്തും ഞാൻ ഫാമിൽ പോയി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി കിടക്കും. എന്ന് വെച്ചാൽ ഉള്ളൂരിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കും. എന്നിട്ട് പറ്റുമ്പോൾ എണീറ്റ് നടന്ന് അവിടെ പോയി ഒക്കെ നോക്കിയിട്ട് വരും, വീണ്ടും തിരിച്ചു വന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ്റെ എക്സ്ട്രീം വേർഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര പെയിൻ ഡിസോർഡറും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടുമ്പോഴാണെങ്കിലും എനിക്ക് ഇത് ഭയങ്കര സൂത്തിങ് ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇച്ചിരി വേദന സഹിച്ചിട്ടാണെങ്കിൽ ഇത് ചെയ്യും. പിന്നെ മാത്രമല്ല, എൻ്റെ മക്കളെല്ലാവരും കണ്ടു വളർന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യാൻ ക്യൂരിയസ് ആയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് മുതൽ ഇങ്ങറ്റം ഈ ഫിഷ് ബ്രീഡിംഗ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഇവരെല്ലാവരും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്താണ് വളരുന്നത്. ഇവിടെ ക്രേഫിഷ് ബ്രീഡ് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്, ഗപ്പി ബ്രീഡ് ചെയ്യുന്നുണ്ട്, പോളർ പാരറ്റ് എന്ന് പറഞ്ഞ ഫിഷ് ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റാംസ് ബ്രീഡ് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്തു വരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഫൈറ്റർ ബ്രീഡിങ് നമ്മുടെ മെയിനാണ്. ശരിക്കും ഇതെല്ലാം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഒരു അക്വേറിയം ഷോപ്പിൽ പോയിട്ട് ഗോൾഡ് ഫിഷിൻ്റെ ഭയങ്കര ഹെവി സൈസ് കണ്ടിട്ട് അമ്മ നമുക്ക് ഇതിനെ ബ്രീഡ് ചെയ്യാൻ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ തോന്നിയതാണ്. അപ്പോൾ ഇത് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന ടൈഗർ ബാർബിൻ്റെ റെഡ്, നോർമൽ ടൈഗർ ബാർബ്, പിന്നെ റെയിൻബോ ടെട്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാന്റഡിൽ ഇടുന്ന ഒരു വെറൈറ്റി ഉണ്ട്, അത്, പിന്നെ സീബ്ര, ഇതെല്ലാം ഞങ്ങൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളായി ബ്രീഡ് ചെയ്യുന്നുണ്ട്. റെയിൻബോയൊക്കെ ഒരു 4-5 ബാച്ച് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഒരുവിധം സൈസ് ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സെയിലായി പോകാറുണ്ട്. അതുപോലെ തന്നെ സീബ്രയൊക്കെ വെയിൽ ടെയിൽ സീബ്ര എന്ന് പറയുന്നത് ഹെവി ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ ബ്രീഡ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നന്നായി സെയിലായി പോകും. കുഞ്ഞിലെയും കളർ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ സെയിലായി പോകാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് കൊച്ചു കുട്ടികളെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമല്ലേ, അതുപോലെയാണ് ഈ വെൽറ്റെയിൽ സീബ്രയൊക്കെ ബ്രീഡായി ഫുള്ളി പച്ച വരവരയായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഓടി നടക്കുന്നത് കാണാൻ. അത് കാണുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നൽ വരുന്നത്. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ് ഇതിൻ്റെ അകത്ത്. കാരണം നമുക്ക് ബാക്കി എല്ലാത്തിലും അത് ഹെവി ആയിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നമ്മൾ അത്രയും ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ എക്സ്പീരിയൻസ്ഡ് ആവണം, നമ്മൾ കുറച്ച് നാൾ അതിൻ്റെ പുറകെ നടക്കണം, കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം, കുറച്ചധികം പേഷ്യൻസ് കാണിക്കണം, കുറച്ചധികം പഠിക്കണം അതിനെപ്പറ്റി. ഇത് കാരണം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ. ഇതിൻ്റെ അകത്ത് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഷോപ്പുകൾ ഇന്ന് അക്വേറിയം ഷോപ്പുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആരും ലോസിലാണെന്ന്. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം എടുക്കുവാണെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ ബ്രീഡ് ചെയ്യുന്ന ഒരുപാട് ബ്രീഡേഴ്സും ഉണ്ട്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ആര് ബ്രീഡ് ചെയ്യുന്നു അവരിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക. മീൻസ് ഞങ്ങൾക്ക് ഫാമുണ്ട്, ഫാമിലത്തെ സാധനങ്ങളാണ് മാക്സിമം ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് 5 രൂപ വരുമാനം വന്നാലും ആ 5 രൂപ വരുമാനം ഫുള്ളായിട്ട് ഞങ്ങൾക്കുള്ളതാണ്. കാരണം അത് ഞങ്ങൾ വാങ്ങിയ മീനിൻ്റെ കാശല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു എമൗണ്ട് 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ആ എമൗണ്ട് ഫുള്ള് ഞങ്ങൾക്കുള്ളതാണ്. മീൻസ് അതിൻ്റെ അകത്ത് പിന്നെ ഒരു ഷെയർ ഇല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ മീനുകളും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഫീഡിങ് ഗോൾഡ് ഫിഷ് അല്ലെ. അപ്പം അങ്ങനെയൊക്കെയുള്ള മീനുകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടാവും, പുറത്തുനിന്ന് എടുത്ത് കണ്ടീഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫീഡിങ് ഗോൾഡൊക്കെ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് പക്ഷേങ്കിലും അതൊക്കെ ഇപ്പം ഫീഡിങ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ഹോൾസെയിൽ റേറ്റിനാണ്. ഞങ്ങളിവിടെ ബേസിക്കലി ഹോൾസെയിൽ കടക്കാരാണ് കൂടുതലും വരുന്നത്. എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു ഹോൾസെയിലറെങ്കിലും നമുക്ക് സാധനം എടുക്കാൻ കാണും. അപ്പോൾ മീനുകളുടെ ഹോൾസെയിൽ ഷോപ്പാണിത്. സാധനങ്ങൾ മീൻസ് ആക്സസറീസ് ഞങ്ങൾക്ക് ഹോൾസെയിൽ ചെയ്യുന്നില്ല ഇപ്പോൾ, പക്ഷേ വരുന്നവർക്ക് അത്യാവശ്യം വേണ്ട ആക്സസറീസ് എന്തെങ്കിലുമൊക്കെ. പക്ഷേ മീനുകൾ ഹോൾസെയിലായിട്ട് തന്നെ ബ്രീഡിങ്ങിലുള്ള സാധനങ്ങൾക്ക് വളരെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വരുമാനം വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓൺ ആൻ ആവറേജ് ഇപ്പം ഞങ്ങളിപ്പോൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയതേ ഉള്ളൂ. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് വലിയ നഷ്ടമില്ലാതെ ഒരു 1-2 ലക്ഷം രൂപ ഒരു മാസം ചുമ്മാ ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്, നന്നായി ബ്രീഡ് ചെയ്യാനായിട്ട് ഒരു പാഷനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. കാരണം ഒരു ടബ് വെച്ച് ബ്രീഡ് ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. മാസം 80,000-1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് സെയിൽസ് അവർ പോസ്റ്റ് ചെയ്ത് ഓൺലൈൻ സെയിൽസിൽ എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റിൻ്റെ ഒരു 4 ഇരട്ടിയാണ് സെയിൽ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയർ ഗപ്പിക്കൊക്കെ 150 മുതൽ 250 വരെ പോകും. ഇവിടെ ഷോപ്പിൽ ചിലപ്പോൾ അത് 100 രൂപയായിരിക്കും, ഹോൾസെയിൽ ഷോപ്പിലാകുമ്പോൾ ചിലപ്പോൾ അത് 80 രൂപയായിരിക്കും.
പക്ഷേ അവർക്ക് ആ ഒരു 250 രൂപ എന്ന് വെച്ചാൽ അത് അവരുടെ എഫേർട്ടിൻ്റെയാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്നവർ ചുമ്മാ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ അത് അവർ ചെയ്യുന്ന എഫേർട്ടിൻ്റെ, അവർ ചെയ്യുന്ന ജോലിയുടെ ഫലമാണ്. വെറുതെ അല്ല, മെനക്കെട്ട് അതിനെ ഫീഡ് ചെയ്യണം. ആദ്യത്തെ 15 ദിവസം ഫീഡ് കൃത്യമായി പോയാലേ ഗപ്പിയുടെ കുഞ്ഞിൻ്റെ സൈസ് വരുള്ളൂ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ഫീഡിങ് ആണെങ്കിലും ആ മീനിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ അയച്ചു കൊടുത്തിട്ട് ഒരാൾ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിലനിൽപ്പില്ല. അപ്പം എപ്പോഴും ക്വാളിറ്റിയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഫിഷിനെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നല്ല സക്സസ്ഫുൾ ആകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിനെ എനിക്കറിയാം. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് ബ്രീഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ നല്ല ബ്രീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ബ്രീഡേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡേഴ്സിനെ കണ്ടിട്ട് ഇനിയുള്ള കുട്ടികളെങ്കിലും ഇത് മാത്രം എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിലോട്ട് തന്നെ ഒരു വഴിയുണ്ട്. ഇതിൽ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് പുതിയ 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 വെറൈറ്റീസ് ഗപ്പീസിനെ ആണെങ്കിലും പുതിയ ലൈൻ എടുത്ത് സ്റ്റേബിളാക്കി നല്ലൊരു പുതിയ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. എപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്നില്ല പുതിയ F1 വെറൈറ്റീസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ ആ സാധ്യതകളെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പ്രൊഫഷണലായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഇങ്ങനെയുള്ള പാർട്സ് തിരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ പറയണത്. കാരണം അക്വാകൾച്ചർ ഉണ്ട്, വാട്ടർ കെമിസ്ട്രി ഉണ്ട്, അങ്ങനെ കുറേ ഫീൽഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ട്രെൻഡ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ മോൺസ്റ്റർ ഫിഷസ് ആണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം. അലിഗേറ്റർ ഗാർ, അരയപ്പാമ, അങ്ങനത്തെ ഉള്ള മോൺസ്റ്റർ ഫിഷസിനോടാണ് കൊച്ചു പിള്ളേർക്ക് പോലും. എൻ്റെ ട്വിൻസിൽ ഇളയ മോൻ വരെ ആദ്യമേ മോൺസ്റ്റർ ഫിഷ്, അരയപ്പാമ വന്നോ, എൻ്റെ അലിഗേറ്റർ ഗാറിനെ കൊടുത്തോ, ഇതാണ് അവന് വീട്ടിൽ കയറുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം. പക്ഷേ അവൻ അലിഗേറ്റർ ഗാറിനെ പേടിയാണ് പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ ഇവനെ ഈ വലിയ അലിഗേറ്ററിനെയൊക്കെ ഞാനാണ് നമുക്ക് കൊഞ്ചി കൊടുത്ത്, ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ കൊഞ്ചു കൊടുത്ത് വളർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പേടി തോന്നിയില്ല. ഞങ്ങൾ ടേംഡാണ് അവനെ. അതുപോലെ തന്നെ പക്ഷേ അതുപോലെ തന്നെയാണ് ബാക്കി ഏത് മോൺസ്റ്റർ ഫിഷും. ഇപ്പം ആൽബിനോ ഹിക്കിലേക്ക് മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാലേ ആൾക്കാർ വിശ്വസിക്കൂ. അതുപോലെയാണ്, കണ്ട അത്ര ഭയങ്കര ഭംഗിയാണ്. പിന്നെ റെഡ് ടൈൽ കാറ്റ് ഫിഷ് അതുപോലത്തെ എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർ ഫിഷസ് ആണ് ഒബ്വിയസ്ലി. പിന്നെ എവർഗ്രീൻ ട്രെൻഡ്സ് ഉണ്ട്. എവർഗ്രീൻ എന്ന് പറയുന്നത് എപ്പോഴും ഗപ്പികളാണ്. എത്ര മങ്ങിയാലും എത്ര ഡള്ളാണെന്നുണ്ടെങ്കിലും നല്ല പുതിയൊരു വെറൈറ്റി ഗപ്പി റീസ്റ്റോക്ക് ആയി എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒന്ന് കാണാൻ ഒരു പേര് നോക്കി നോക്കാം, വാങ്ങി ബ്രീഡാവോ എന്ന് നോക്കാം എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പിന്നെ ഇപ്പം അതുപോലെ തന്നെ ഈ സെവറം എന്നൊക്കെ പറയുന്നത് നല്ല ഇതാണ് സെവറം കേട്ടോ. ഈ സെവറം എന്ന് പറയുന്നത് ആക്ച്വലി നല്ലൊരു അത് നല്ല സൈസിൽ നല്ല ക്വാളിറ്റിയിൽ സെവറം ഗ്രോ ആയി കിട്ടിയാൽ അത് ഭയങ്കര സൂപ്പറാണ്. പക്ഷെ അത് കിട്ടാൻ പാടാണ്, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതല്ല. പിന്നെ ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്ലാന്റഡ് ടാങ്ക്സ് ആണ്. നാച്ചുറൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാലഡേറിയവും അതുപോലെ പ്ലാന്റഡ് ടാങ്ക്സും ആണ്. അപ്പം നമ്മൾ സെമി പ്ലാന്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതിനെ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പ്ലാന്റഡ് ടാങ്കിലുള്ള ഫിഷ് വെറൈറ്റീസ് വേറൊരു സെക്ഷൻ തന്നെയുണ്ട് ഞങ്ങൾക്ക്. നിയോൺ ടെട്രാ വെറൈറ്റീസ്, ഷ്രിമ്പ്, അങ്ങനെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.